അങ്ങനെ വളരെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നതാണ് നമ്മളെ പുതിയ സർക്കാർ, UDF സർക്കാർ. അപ്പോൾ UDF സർക്കാരിൽ രമേശ് ചെന്നിത്തല സാറ് അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പാക്കുന്നതാണ് ജൂൺ 1 മുതൽ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കേരളം ഇപ്പം അടിയന്തര ഘട്ടത്തിൽ നന്നാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെയില്ല പകുതി മുക്കാൽ കുട്ടികളും സ്കൂൾ കുട്ടികളും കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഒക്കെ പുറംനാട്ടിലൊക്കെ പഠിക്കാൻ പോയാൽ അവിടെ നിന്ന് ഈ ലഹരി അടിച്ചിട്ട് വീട്ടിൽ ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായി, ജീവന് വരെ ഭീഷണിയായി. വീട്ടിലുള്ളവർക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, കേരളത്ത് ഒരമ്മയെ കഴുത്തറത്ത് കൊന്ന മകൻ. ആ പുള്ളിക്ക് എന്ന് വെച്ചാൽ ഒരു ബോധം പോലും ഇല്ല. അവൻ പറയുന്നത് എന്ന് വെച്ചാൽ അവൻ എന്നാ പറയണ്ടേ, പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യല്, റിമാൻഡിൽ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛനെയും കൊല്ലുന്ന. അപ്പോൾ ഇവന് എന്ന് വെച്ചാൽ ഇവൻ ഈ മരുന്ന് വേണമെന്നേ ഉള്ളൂ, ഇവൻ ഈ മരുന്ന് വേണം, മരുന്നുകൊണ്ട് ജീവിക്കണമെന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു കാര്യം അറിയാലോ, ഒരു പ്രായം വരെ അച്ഛനമ്മേൻ്റെ നള്ളുണ്ടാവും. പിന്നെന്ന് വെച്ചാൽ പിന്നെ മക്കൾ തോന്നിയ പോലെ അങ്ങ് കഴിയും. തോന്നിയ പോലെ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിക്കിലും അവന്മാർക്ക് ബോധമൊന്നും ഉണ്ടാവില്ല. കാരണം പുറത്തൊക്കെ പഠിക്കാൻ വിടുമ്പോൾ ഓരോ മരുന്നൊക്കെ യൂസ് ചെയ്തിട്ട് മറ്റുള്ളവരെ മെക്കിട്ട് കയറലും സ്വയം നശിക്കുന്ന പരിപാടി. സ്വയം നശിക്കുന്നതാണെങ്കിൽ ഓക്കെ, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നശിക്കുന്നതാണെങ്കിൽ ഓക്കെ. ഇത് വീട്ടിലുള്ളവർക്ക് ഭീഷണി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി അതിൻ്റെ കാര്യങ്ങൾ. ഒരു അമ്മയെ നൊന്തുപറ്റ ഒരു അമ്മയെ കൊല്ലുന്ന മകൻ. ഇപ്പം പെൺകുട്ടികൾ ഒട്ടും പുറകിലല്ല. കാരണം വെച്ചാൽ ഇവരും ഇവരുടെ ഓരോ പാനീയങ്ങൾ, ഇവർ കുടിക്കുന്ന ഓരോ പാനീയങ്ങൾ വരെ കലർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക്, ഈ ഏജൻസി കാര്യങ്ങളൊക്കെ. അതൊക്കെ ആദ്യം പൂട്ടിക്കണം. കാരണം ഇതുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. എന്താണ് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് പിന്നെ ലഹരിക്ക് അടിമപ്പെട്ടാൽ മറ്റുള്ളവർ മൊത്തം ഇവരെ സഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല. കഴിഞ്ഞ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നടപടിയും കാര്യങ്ങളൊന്നും എടുക്കാനിട്ടാണ് ഇത് ഇത്ര വഷളായി പോയത്. നമ്മൾ ഇപ്പം എന്താണ് കേരളത്തിന് പുറത്ത് പോയി പഠിച്ചാൽ ഇപ്പം കേരളത്തിൽ തന്നെ പിന്നെ ഇവരെ കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടാണ് പിള്ളേരെ കൊണ്ട്. കാരണം വെച്ചാൽ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്തൊക്കെ ഉള്ള വീടിൽ നിന്ന് സകലതും സ്റ്റാമ്പ് കോപ്പ് ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണെന്നുള്ളതിൻ്റെ ഇതിൻ്റെ ഉറവിടം നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതിൽ പെട്ടുപോയാൽ ഒരു ചെയിൻ കണ്ണിയായിട്ട് ഇതിൽ പെട്ട് നമ്മൾ എന്താ പറയണ്ടേ, ഒരു തരത്തിലും പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ലാസ്റ്റ് ഇടിയും കുത്തും മാത്രമേ ബാക്കിയുണ്ടാവും. കാരണം അവരിൽ നിന്ന് നമ്മൾ പുറത്ത് പോയാൽ തന്നെ അവർ മൊത്തം പിടിക്കപ്പെടുന്നതാകുമ്പം നമ്മളെ ഇല്ലാതാക്കാനും മടിക്കൂല. അങ്ങനെയുള്ള കണ്ണികളാണ് ഈ ലഹരിയുടെ കണ്ണികൾ. അപ്പോൾ ആദ്യമൊക്കെ ഒരു സിഗരറ്റ് തുടങ്ങും, പിന്നെ പല മരുന്നുകളും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ട് വലിക്കാൻ തുടങ്ങും. സിഗരറ്റ് വലിക്കുന്നവർ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം പബ്ലിക്കായിട്ട് തന്നെ സിഗരറ്റ് വലിക്കുന്ന കാണുന്നുണ്ട്. കാരണം ഇപ്പം നമുക്കിപ്പൊന്നും പറയാൻ പറ്റില്ല, അത് എൻ്റെ ഇഷ്ടം, എൻ്റെ പൈസ കാര്യങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങനെ വലിക്കുന്നത്. ഓക്കെ, അവർ മറ്റു മരുന്നുകളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ 18, 19, 20, 21, 22, 23 ഈ ഒരു വയസ്സുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യുന്നത്. ഒരു അഫാനെ അറിയാലോ, അവൻ കൊന്നതിന് കയ്യും കണക്കുമില്ല, എന്നിട്ട് അവന് വേണ്ടി വാദിക്കുന്ന വക്കീലുകൾ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്ഥിതി തുടച്ചു നീക്കണ്ടിക്കൽ ഈ ലഹരിയെ മൊത്തത്തിൽ എന്താ പറയണ്ടേ